ദില്ലിയിൽ വീണ്ടും ഒരു ജന്തർ മന്തർ മോഡൽ സമരത്തിന് കളമൊരുങ്ങുകയാണ്. കർഷക സമരത്തിനും ഈ കഴിഞ്ഞ നീറ്റ് സമരത്തിനുമൊക്കെ ശേഷം രാജ്യതലസ്ഥാനത്ത് വീണ്ടും സമർപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഒരു പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ജന്തർ മന്തർ 2.0 എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പുതിയ നീക്കത്തിന് പിന്നിൽ കോക്രോച്ച് ജനതാ പാർട്ടി തന്നെയാണ്. സെപ്റ്റംബർ 5-ന് ദില്ലിയിൽ വൻ പ്രതിഷേധ മാർച്ച് നടത്താനാണ് CJPയുടെ തീരുമാനം. മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് വീണ്ടും നീറ്റിനെ തന്നെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ പുതിയ ടൂൾ കിറ്റ് സമരത്തിന്റെ ഉള്ളുകള്ളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ജൂലൈ 25-ന് രാജ്യത്തെ യുവാക്കൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്നാരോപിച്ചാണ് CJP ഈ പുതിയ മാർച്ചിലേക്ക് കടക്കുന്നത്. സെപ്റ്റംബർ 5-ന് ഇന്ത്യ ഗേറ്റിൽ നിന്ന് ആരംഭിച്ച് ന്യൂഡൽഹി പോലീസ് ആസ്ഥാനത്തേക്കാണ് മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളെയും പ്രക്ഷോഭത്തിൽ പോലീസിന്റെ ലാത്തി ചാർജ് നേരിട്ടവരെയും മുൻനിരയിൽ നിർത്തിക്കൊണ്ടാണ് CJPയുടെ ഈ പടപ്പുറപ്പാട്. വിദ്യാർത്ഥികളും യുവജന സംഘടനകളും ഇതിൽ അണിചേരുമെന്നും അവർ പറയുന്നുണ്ട്. തങ്ങളുടെ ക്ഷമയെ ഒരു ദൗർബല്യമായി കാണരുതെന്നും വാഗ്ദാനങ്ങൾ നൽകി രാജ്യത്തെ യുവതലമുറയെ സർക്കാർ വഞ്ചിച്ചുവെന്നുമൊക്കെയാണ് CJP ദേശീയ സമിതിയുടെ ആരോപണം. പ്രധാനമായും കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം വൈകുന്നതാണ് ഈ പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം. എന്നാൽ CJP ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളുടെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് നോക്കാം. നീറ്റ് വിഷയം നിലവിൽ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്. മറുവശത്ത് പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ പരിഹരിക്കാൻ സർക്കാർ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ISRO മുൻ ചെയർമാൻ K. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയും ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കാൻ നന്ദൻ നിലേക്കനിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടാസ്ക് ഫോഴ്സും ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ്. ഇതുകൂടാതെ CBI അന്വേഷണവും ഊർജിതമായി തന്നെ നടക്കുന്നുമുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശിച്ചതുപോലെ ഒരു വലിയ സിസ്റ്റം മുഴുവനായി ശുദ്ധീകരിക്കാൻ അതിൻ്റെതായ സമയമെടുക്കും. അതുപോലെ തന്നെ നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ച 1 കോടി രൂപ എന്നത് പൊതുഖജനാവിലെ പണമാണ്. ഇത്തരം സംഭവങ്ങളിൽ ഖജനാവിൽ നിന്ന് കോടികൾ എടുത്തു കൊടുക്കുമ്പോൾ പാലിക്കേണ്ട കർശനമായ നിയമവശങ്ങളുണ്ട്. ഇതൊരു പ്രകൃതി ദുരന്തമല്ലല്ലോ, മറിച്ച് ആത്മഹത്യയാണ്. ഇതിൽ നഷ്ടപരിഹാരം നൽകുന്നത് ഭാവിയിൽ വലിയൊരു നിയമക്കുരുക്കിനും തെറ്റായ കീഴ്വഴക്കത്തിനും കാരണമായേക്കാം. ഈ നിയമവശങ്ങൾ സർക്കാർ പരിശോധിക്കാനെടുക്കുന്ന സ്വാഭാവിക സമയത്തെയാണ് CJP വഞ്ചന എന്നൊക്കെ മുദ്ര കുത്തുന്നത്. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ കോടതിയുടെ അന്തിമ തീർപ്പിന് പോലും കാത്തു നിൽക്കാതെ ഡൽഹിയിൽ വീണ്ടും ഒരു അരാജകത്വം സൃഷ്ടിക്കാനാണ് ഈ ജന്തർ മന്തർ 2.0 CJP ശ്രമിക്കുന്നത്. മരിച്ച കുട്ടികളുടെ കുടുംബങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനായുള്ള മനുഷ്യ കവചമായി അവർ മാറ്റുകയാണ്. ഇതിനിടയിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കുട്ടികളുടെ ആത്മഹത്യക്ക് യഥാർത്ഥത്തിൽ ഉത്തരവാദി സർക്കാരാണോ? മക്കളെ എങ്ങനെയെങ്കിലും ഡോക്ടറാക്കാൻ നിർബന്ധിച്ച് ശ്വാസം മുട്ടിക്കുന്ന ചില മാതാപിതാക്കളുടെ സമീപനവും എൻട്രൻസ് കോച്ചിങ് സെന്ററുകളുടെ ഈ പ്രഷർ കുക്കർ രീതിയും ഒക്കെ അല്ലേ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടത്? ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളെ പറ്റി മാത്രമേ പാർട്ടികൾ സംസാരിക്കുന്നുള്ളൂ. ആത്മഹത്യയുടെ വക്കിലെത്തിയിരുന്ന എത്രയോ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നിരിക്കാം. ഒരു പരീക്ഷാ പേപ്പർ ചോർന്നതിന് അവർ ജീവൻ എടുക്കാൻ തയ്യാറായെങ്കിൽ അതിന് കാരണം ഈ പ്രഷർ കുക്കറിലൂടെ വീണ്ടും 1 വർഷം കൂടി കടന്നു പോകേണ്ടി വരുമെന്നോർത്ത് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടാണ്. പക്ഷെ സർക്കാർ അതിന് വഴിവെക്കാതെ കൃത്യം 1 മാസത്തിനുള്ളിൽ റീനീറ്റ് നടത്തി റിസൾട്ടും പബ്ലിഷ് ചെയ്തു. ഇപ്പോ സീറ്റ് അലോക്കേഷനും ആരംഭിച്ചു. മക്കൾ മരിച്ച് 2 മാസം തികയും മുൻപേ പണത്തിനായി തെരുവിലിറങ്ങുന്നതിന്റെ വൈരുദ്ധ്യം സമൂഹമാണ് ചിന്തിക്കേണ്ടത്. രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് അപ്പുറം നമ്മുടെ പരീക്ഷാ സമ്പ്രദായങ്ങളും അതിനൊപ്പം തന്നെ രക്ഷിതാക്കളുടെ മനോഭാവവും മാറേണ്ടതുണ്ട്. അല്ലാതെ ദില്ലിയിൽ നടത്തുന്ന ഇത്തരം വ്യാജ സമരങ്ങൾ കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. മിസ്റ്റർ സൃഷ്ടി പറയണം.